കവറുണ്ട ചെക്കിടാൻ റോഡിൻ്റെ നമുക്ക് 10 ലക്ഷം രൂപ കാപ്പം തന്നിട്ടുണ്ടെന്നാണ് നമ്മളോട് അവകാശപ്പെടുന്നത്. ആ പൈസ നമുക്കിവിടെ കിട്ടിയതായിട്ട് അറിയത്തില്ല. അത് പഞ്ചായത്ത് നന്നായിട്ടാണ് നമ്മളുടെ അറിവ് വന്നേക്കുന്നത്. അതുപോലെ PHE സെൻറ്ററിൻ്റെ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ, അതുപോലെ ഇവിടുത്തെ വൈശാല വെള്ളക്കല്ല് റോഡിൻ്റെ കെട്ടിടത്തിൻ്റെ പൈസ ഇതെല്ലാം കാപ്പം തന്നെന്നും പറഞ്ഞാണ് നമ്മളോട് ബോധിപ്പിച്ചേക്കുന്നത്. കാപ്പൻ്റെ പേപ്പറിലും അടിച്ചിറക്കിയേക്കുന്നത്. ഇതെല്ലാം മെമ്പർ പറഞ്ഞത് പഞ്ചായത്തിന്റെ വകയാണെന്ന. പിന്നെ എങ്ങനെയാ ഇത് കാപ്പന്റെ പേര് വരുന്നത്? ഇതല്ലേ മെമ്പർ വരുന്നുണ്ട്, നമുക്ക് മെമ്പറോട് നേരിട്ട് ചോദിക്കാമല്ലോ. സണ്ണിച്ച അസപ്പെട്ട എന്നെ ഉണ്ട്. നമ്മുടെ വഴിയുടെ ശകലം പ്രശ്നങ്ങളുണ്ട്. ബിനിച്ചോ, ഈ പേപ്പറിൽ കിട്ടിയേക്കുന്ന പരസ്യത്തില് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. എന്താണ് സണ്ണിച്ച? ഇത് പഞ്ചായത്ത് നമ്മുടെ ഈ വഴിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തേക്കുന്നുണ്ട്. കവറുണ്ട ചെക്രാൻ റോഡിന് 10 ലക്ഷം രൂപ. കവറമുണ്ട ചെക്ക് ഡാം റോഡ് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. നമ്മുടെ ബിൽഡിങ്ങിന് അന്ത്യാളത്തിലെ 130 ലക്ഷം രൂപ. അതിന് 30 ലക്ഷം രൂപ. പിന്നെ വെള്ളക്കല്ലെ സ്കൂളിന് ഇതെല്ലാം കാപ്പ് തന്നാന്നും പറഞ്ഞേക്കുന്നത്. അതിനകത്ത് സണ്ണിച്ച, അതിൻ്റെ അകത്ത് സത്യം എന്ന് പറഞ്ഞാൽ ഈ കവറമുണ്ട ചെക്ക് ഡാം റോഡിന് കഴിഞ്ഞ വർഷം പഞ്ചായത്തിൽ നിന്ന് 6 ലക്ഷം രൂപയും നമ്മുടെ അഖില മെമ്പർ, അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൻ 5 ലക്ഷം രൂപയും തന്നു. മൊത്തം 11 ലക്ഷം രൂപയുടെ വർക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് ബഹുമാനപ്പെട്ട MLA ഫണ്ട് തന്നതായിട്ട് നമ്മുടെ അറിവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംശയം ചോദിക്കുന്നത്. അറിവില്ല. അതുപോലെ മെമ്പറേ, നമ്മുടെ ഹെൽത്ത് സെന്ററിന് വേണ്ടി 130 ലക്ഷം രൂപ കാപ്പൻ്റെ ഫണ്ടിന് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ന്യൂസ് ഇതിനകത്തുണ്ട്. അത് എൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് അറിയാൻ പറ്റുമത്. അതായത് ജോജോ, ഇതിനകത്ത് പറയുന്ന 130 ലക്ഷം രൂപ ഉണ്ടല്ലോ, നമ്മുടെ LDF ഗവൺമെന്റിന്റെ ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ പുതിയതായിട്ട് പണിയുന്നത്. അതിൽ 15 ലക്ഷം രൂപ നാഷണൽ ഹെൽത്ത് മിഷന്റെയും 20 ലക്ഷം രൂപ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കിൻ്റെയും 5 ലക്ഷം രൂപ ബ്ലോക്ക് മെമ്പർ ലിസമ്മ ബോസിൻ്റെയും ബാക്കി മുഴുവൻ ഫണ്ടും നമ്മുടെ കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടാണ്. അതിൽ 1 രൂപ പോലും നമ്മുടെ MLAയുടെ വിഹിതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൂടാതെ 55 ലക്ഷം രൂപയുടെ സബ് സെൻറ്റർ പണിയുന്നുണ്ട് നമ്മുടെ സെയിം സൈറ്റിൽ. അത് പൂർണ്ണമായിട്ടും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണ്. അതിലും MLAയുടെ വിഹിതം 1 രൂപ പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ എന്തിനാ കാപ്പിന് ഇങ്ങനെ നുണയടിച്ച് പ്രചരിപ്പിക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അതുപോലെ ഇവിടെ മെയിൻ സെൻറ്റർ വലവൂര് 55 ലക്ഷം രൂപ, ഇതും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടാണ്. ഇതിനകത്ത് MLA വിഹിതം ഒന്നുമില്ല. ഇത് കൂടാതെ ഇവർക്ക് ചെറിയ ഡൗട്ട്, നമ്മുടെ പല ഫണ്ടുകളും കാപ്പം തന്നതായിട്ടാണ് ഈ പത്രത്തിൽ കാണിച്ചേക്കുന്നത്. പക്ഷെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടുകളാണ്, ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടുകളാണ്. ചെറിയ ഡൗട്ട്, അത് ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതാണ്. അതായത് നമ്മുടെ ആശുപത്രിക്ക് 130 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ പണിത് കെട്ടിടത്തിന് 55 ലക്ഷം രൂപ. ഇതെല്ലാം നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെയും ജോസ് കെ മാണി MPയുടെ ഫണ്ടിൻ്റെയും രാജേഷ് വാളിപ്ലാക്കിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം ഫണ്ട് ഉപയോഗിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അത് മെമ്പർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് കാപ്പന ചെയ്തെന്ന് പറഞ്ഞ് കള്ളക്കണക്ക് ഉണ്ടാക്കി ഈ പത്രത്തിൽ കൂടെ എല്ലാം നോട്ടീസ് അടിച്ചിറക്കേണ്ട കാര്യമുണ്ടോ? ഇത് മാത്രമല്ല, വൈദ്യശാല റോഡ് അതും കാപ്പൻ്റെ ലിസ്റ്റിലുണ്ട്, വെള്ളരിങ്ങാട്ട് റോഡ് അതും കാപ്പൻ്റെ ലിസ്റ്റുണ്ട്.